അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആകാശത്തിൻ്റെ വിരിമാറി കീഴ്പ്പെടുത്തപ്പെട്ടവരായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കിക്കാണുന്നില്ലേ? അവയെ അല്ലാഹു അല്ലാതെ ആരും അവിടെ പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അപാരമായ കഴിവുകൾക്കുള്ള ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതി, അവൻ്റെ ജനനവും അവൻ്റെ വളർച്ചയും നോക്കിക്കാണാൻ പറഞ്ഞു. ഇതാ നമ്മുടെ കണ്ണു മുമ്പിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആകാശത്തിൽ പറക്കുന്ന പറവകൾ എന്നും കാണുന്നത് കൊണ്ട് അതിൻ്റെ അത്ഭുതവശം നാം ഓർക്കുന്നില്ല. അഥവാ കരണം മറിയുകയോ വീണു പോകുകയോ ചെയ്യാതെ മുകളിൽ നിന്ന് പിടിച്ചു നിർത്തുവാനോ താഴെ നിന്ന് താങ്ങി നിർത്തുവാനോ ആരുമില്ലാതെ പക്ഷികൾ യഥേഷ്ടം ആകാശത്തിൽ പാറിക്കളിക്കുന്ന കാഴ്ച എല്ലാവരും കാണാറുള്ളതാണ്. സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് ഇതിൽ നിന്നും പല ദൃഷ്ടാന്തങ്ങളും ലഭിക്കുവാനുണ്ടെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. കീഴ്പോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ പറക്കുവാൻ പക്ഷികൾക്ക് കഴിയുമാറാകുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് ചില കാരണങ്ങളൊക്കെ പറയുവാനുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ കാരണങ്ങൾ ഒരുക്കിയതും സൃഷ്ടിച്ചു വെച്ചതും അള്ളാഹു അല്ലാതെ മറ്റാരുമല്ലല്ലോ. അതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തൃപ്തി അടയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രകൃതിയുടെ വികൃതി എന്നതിൽ കവിഞ്ഞ രഹസ്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ സത്യത്തെ അന്വേഷിക്കുന്നതായ ആളുകൾക്ക് അതിൽ നിന്ന് വളരെയധികം ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുവാനുണ്ട് നിശ്ചയം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.